ഇന്ന് മാർച്ച് 11 ചൊവ്വാഴ്ച. എല്ലാവർക്കും കർത്താവിൻ്റെ അനുഗ്രഹത്തിലേക്ക് സ്വാഗതം. ഏറ്റവും പ്രാർത്ഥിക്കുക. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസന പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പ്രാർത്ഥിക്കും. മക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, ഈ ഒരു പ്രാർത്ഥനയുടെ ആശീർവാദം വാങ്ങിച്ചുകൊണ്ട് ഇന്നത്തെ അങ്ങയുടെ മക്കളുടെ ജോലി തുടങ്ങാൻ ആരംഭിക്കുവാൻ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനോട് നന്ദി പറയുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ്, ഇന്ന് ആശുപത്രിയിലേക്ക് പോകുന്നവരെ, ഇപ്പോഴ് ആശുപത്രി ചികിത്സയിലുള്ളവർ, വേദനയോട് മല്ലിടുന്നവർ, കർത്താവിന് പീഡാനുഭവ ശക്തിയാൽ ഞാൻ അവരെ ഈശോനാമത്തിൽ സൗഖ്യത്തിലേക്ക് വരുന്നതിനായി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യുഗതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഞാൻ അങ്ങയുടെ തിരുസന്നിധി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവ്, നിന്റെ ഉന്നതമായ നാമത്തെ സ്വസ്ഥം ചെയ്യുന്നു. പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. അവരെഴുതിപ്പോയ പരീക്ഷയെക്കുറിച്ച് ഉത്കണ്ഠപ്പെടുകയും മനസ്സ് ഭാരപ്പെടുകയും ചെയ്യുന്ന മക്കൾക്ക് ആശ്വാസവും ശക്തി നൽകണം പ്രാർത്ഥിക്കുന്നു. കർത്താവ്, റിസൾട്ടിനായി വെയിറ്റ് ചെയ്യുന്ന മക്കളുണ്ട്. പുതിയ പരീക്ഷകൾ എഴുതാൻ പോകുന്ന മക്കളുണ്ട്. അതിനുവേണ്ടി സന്ധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന മക്കളുണ്ട്. അവരെ സന്ധിക്കുന്ന മാതാപിതാക്കന്മാരുണ്ട്. എല്ലാവരെയും കർത്താവ് ആശ്രയിക്കാൻ പ്രാർത്ഥിക്കുന്നു. തൊഴിൽ മാർഗങ്ങൾ പ്രതിസന്ധിയിലായപ്പോരെ അങ്ങ് ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഗർഭിണിയായ അമ്മമാര്, മക്കളില്ലാത്തവര്, വിവാഹം ഒത്തുവരാത്തവര്,
അവരെല്ലാവരും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യം മഹത്വപ്പെടുത്തണമേ. ഈ പൗരോഹിത്യത്തിൻ്റെ ഇതൊക്കെയുള്ള ദൈവവിളിയെക്കുറിച്ച് ചിന്തിക്കുന്ന കാലമാണ് ഇത് ചെയ്ത്. അനേക മക്കള് അങ്ങയുടെ സുവിശേഷ പേരെ ഏറ്റെടുത്ത് നടത്തുവാൻ വേണ്ടി ദൈവവിളിക്കായി പ്രാർത്ഥിക്കുന്നവരെ അങ്ങ് സ്ഥിരീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തെ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവത്തിന് ശക്തിയ സാമ്പത്തിക ബാധ്യതകൾ, ജപ്തി നടപടികൾ, അതിന് പരിഹാരമുള്ള മാർഗങ്ങൾ അന്വേഷിക്കുന്നതിൻ്റെ മേൽ കർത്താവെ നിന്റെ കരുണ പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തെ കുടുംബകലഹങ്ങൾ മാറിപ്പോകട്ടെ. എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ പോലീസ് കേസുകളും കോടതി കേസുകളും കർത്താവിൻ്റെ നാമത്തിലെ നീതിപൂർവ്വം വിധിക്കപ്പെടുകയും സമാധാനം അന്വേഷിക്കുന്നവർക്ക് അതിലൂടെ സമാധാനം സംരംഭമാക്കുകയും ചെയ്യട്ടെ. എൻ്റെ കർത്താവിന് ഉന്നതമായ നാമം നിങ്ങളെ ആസ്വദിക്കുന്നു. സഭയുടെ അധികാരത്തെ ആസ്വദിക്കുന്നു. കുരിശിൻ്റെ അടയാളത്തെ ആശീർവദിക്കുന്നു. ഇന്നത്തെ ദിവസം മുഴുവനും അനുഗ്രഹിക്കമാകാൻ വേണ്ടി പരിശുദ്ധ ദേവമാത അനയിപ്പിക്കുന്നു. ചില സമയത്ത് ജീവിതം സെൽഫ് എടുക്കാത്ത സമയമുണ്ട്. നമ്മൾ വണ്ടിയൊക്കെ വഴി കിടക്കത്തില്ലേ? അപ്പോൾ നമ്മളിങ്ങനെ താക്കോലെടുത്ത് എന്തുമാത്രം തിരിച്ചാലും എൻജിൻ ഓണാകത്തില്ല. അപ്പോൾ നമ്മളോട് പറയണ വണ്ടി സെൽഫ് എടുക്കണില്ലെന്നാണ് പറയണത്. അതുപോലെ ജീവിതം സെൽഫ് എടുക്കാത്ത സമയമുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാനൊരു സാക്ഷ്യം കേട്ട് അനിത ടോമിയുടെ, ഇന്ന് അത് വിശദീകരിച്ച് ഇന്നത്തെ ഉടമ്പടി ധ്യാനത്തിലുണ്ടാവും. അത് അനിത ടോമി ഒരു ക്യാൻസർ പേഷ്യൻ്റാണ്. വീട്ടിലുണ്ടാകുന്ന കുറേ കലഹങ്ങളും അവർക്കെതിരെ ഉണ്ടായിട്ടുള്ള സങ്കടകരമായ പല അനുഭവങ്ങളും ഒക്കെ അവർ തളർത്തിക്കളയും. അവസാനം അവർ ട്രീറ്റ്മെൻറ്റിന് പോയ സ്ഥലത്തു നിന്ന് അവരെ ഒരു കൗൺസിലിങ്ങിലായിട്ട് അവർ ഗൈഡ് ചെയ്യും. കൗൺസിലിങ്ങിന് പോയ സ്ഥലത്തു നിന്ന് അവരെ സൈക്കാട്രിയിലേക്ക് മാറ്റും. അവർക്ക് കടുത്ത ഡിപ്രഷനാണ്, ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല. അവൾ പറയണത്, എനിക്ക് എൻ്റെ തൊണ്ടയിൽ നിന്ന് FNS ചെയ്ത് ഒരു കഷ്ണമെടുത്ത് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. അത് നെഗറ്റീവ് ആകാൻ വേണ്ടി കൂടി പ്രാർത്ഥിക്കാൻ എനിക്ക് തോന്നണില്ലെന്ന് ഓർത്തത്. അതായത് അവർ കൊടുത്ത ബയോപ്സിയിൽ അത് നെഗറ്റീവ് ആകാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പോലും അവർക്ക് തോന്നണില്ല. അതാണ് സെൽഫ് എടുക്കാത്ത ജീവിതം എന്ന് പറയുന്നത്. പക്ഷെ അവരൊരു ബിറീന എന്ന് പറയുന്ന ഒരു പ്രേക്ഷിതയെ കണ്ടുമുട്ടിയപ്പോൾ അവർ പറഞ്ഞ്, ഒരു കഥയുമില്ല, നീ ഒരിടത്തും പോകത്തില്ല, നീ കൃപാസനത്തിൽ പോവും, ഉടമ്പടി എടുക്കും, കർത്താവ് നിന്നെ രക്ഷിക്കും. അപ്പോൾ അവർ എംപാറ്റിക്കായിട്ട് ഇങ്ങനെ നിശ്ചയദാർഢ്യത്തോടെ അവർക്ക് പറയുമ്പോൾ കേൾക്കുന്നവർക്ക് അഭിഷേകം കിട്ടും. നല്ല കൃപയുള്ളവർ പറഞ്ഞാലേ കേൾക്കുന്നവർക്ക് അഭിഷേകം ഉണ്ടാകും. അങ്ങനെ ശ്രവണാഭിഷേകം എന്ന് പറയും. ഭയങ്കര വലിയ സബ്ജക്റ്റാണ് ശ്രവണാഭിഷേകം. അപ്പോസ്തലന്മാർക്ക് കർത്താവ് പറയണ ഒന്നും മനസ്സിലാകുന്നില്ല ഒരു കാലത്ത്. അവരതുകൊണ്ട് ആ സമയത്ത് വേറെ വല്ലതൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കും. വലിയവൻ ആരാണ്, ആർക്കാണ് അധികാരം, അങ്ങനെയൊക്കെ. അവർ കർത്താവ് പറയണത് ആ കർത്താവിൻ്റെ ലൈൻ ഓഫ് തോട്ട് അവർക്ക് ഫോളോ ചെയ്യാൻ പറ്റണില്ല. അപ്പോൾ ഈശോയോട് പറഞ്ഞ് മനുഷ്യപുത്ര ശത്രുക്കളെ ഏൽപ്പിക്കും, അവരെന്നെ പീഡിപ്പിക്കും, പതിക്കും, 3-ാം ദിവസം ഉയർച്ച നിൽക്കും എന്നൊക്കെ പറയുമ്പോഴും ഇവർക്കത് കേൾക്കാൻ പറ്റണില്ല, ഇവർക്കത് ഉൾക്കൊള്ളാൻ പറ്റണില്ല. അവർ റിജക്റ്റ് ചെയ്യും അത്. അപ്പം ഈശോ അപ്പായോട് പറയും, അപ്പ ഏറ്റവും വലിയൊരു സംഭവമാണ്, ഞാൻ വന്നത് തന്നെ ഇതിനു വേണ്ടിയാണ്. പക്ഷെ ഇതിൻ്റെ ആദ്യ അറിയിപ്പ് നടത്തിയപ്പോൾ തന്നെ ഇവർ എല്ലാവരും റിജക്ഷനാകാൻ തുടങ്ങി. അതിന് ഇനി എന്തു ചെയ്യും? അപ്പ പറഞ്ഞേ, സാരമില്ല, അവരെയും കൂട്ടിക്കൊണ്ട് നീ താബോറിലേക്ക് വരാ, ഞാൻ അവിടെ ഉണ്ടാകുമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ അണ്ണന്മാരെ കൂട്ടിക്കൊണ്ട് താബോറിലേക്ക് ചെല്ലും. എല്ലാവരും അല്ല, 3 പേര്, പത്രോസ്, യോഹന്നാൻ, യാക്കോബിനൊക്കെ കൂട്ടിക്കൊണ്ട് അവിടെ ചെന്ന് അപ്പ ഇവരോട് പറയും, നിങ്ങൾ ഇന്നലെ പീഡാനുഭവമൊക്കെ കേട്ടല്ലേ, പ്രവചനം കേട്ടല്ലേ, നിങ്ങൾ കർത്താവിനെ നിന്നെ ഈശോയെ മാറ്റി നിർത്തിയിട്ട് തടസ്സമൊക്കെ പറഞ്ഞില്ലേ, അതുകൊണ്ടാണ് നിങ്ങളെ കൂട്ടിക്കൊണ്ട് വന്നത്. എന്നിട്ട് പറയും, നീ
അവനെ ശ്രവിക്കണമെന്ന് പറയും. ഇവനെൻ്റെ പ്രിയപുത്രനാകുന്നു, ഇവനെ ശ്രവിക്കുവിൻ. അങ്ങനെ ശ്രവിക്കാൻ ഉള്ള അഭിഷേകം കൊടുക്കും ഇവർക്ക്. അങ്ങനെ ശ്രവണാഭിഷേകം എന്ന് പറയുന്നത്. മത്തായി 17:5 എടുത്തേ. അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ, താബോർ മലയിൽ അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ശോഭയേറിയ ഒരു മേഘം വന്ന്, മഹത്വത്തിന്റെ മേഘം, കപ്പായുടെ മേഘം കണ്ട മഹത്വ മേഘം വന്ന് അവരെ ആവരണം ചെയ്തു. അവരെ ആവരണം ചെയ്തു. അപ്പ പൊതിഞ്ഞു നിന്ന് മേഘത്തിൽ നിന്ന് ഇങ്ങനെയൊരു സ്വരമുണ്ടായി, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവന്റെ വാക്ക് ശ്രവിക്കുന്നു. അതാണ് സംഭവം. ഇവന്റെ വാക്ക് ശ്രവിക്കുവിൻ. പത്രോസ് ശ്രവിച്ചില്ലല്ല. പീഡാനുഭവ പ്രവചനം നടത്തിയ സമയത്തെ പത്രോസ് മാറ്റി നിർത്തിയായിരുന്നു. 16:22-23 പത്രോസ് അവനെ മാറ്റി നിർത്തി. പത്രോസ് അതിനെ മാറ്റി നിർത്തി തടസ്സം പറയാൻ തുടങ്ങി. എന്തിന്? പീഡാനുഭവത്തിന് തടസ്സം പറയാൻ തുടങ്ങി. ശ്രവണാഭിഷേകം ഇല്ലേ? ദൈവം കനിയട്ടെ കർത്താവേ, ഇതൊരിക്കലും നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ. യേശു തിരിഞ്ഞ് പത്രോസിനോട് പറഞ്ഞു, സാത്താനെ, എന്റെ മുമ്പിൽ നിന്ന് പോകൂ. അതായത് ദൈവത്തിന്റെ മുമ്പിൽ നിന്ന് പോകാൻ പറയണം. എൻ്റെ പ്രധാനപ്പെട്ട കാര്യം, ഇവന് ഇത് ശ്രവിക്കാൻ പറ്റണില്ല, സ്വീകരിക്കാൻ, ഒബീഡിയൻസ് അതിനനുസരിക്കാനും പറ്റണില്ല. അപ്പോൾ ഈശോ എന്നെ ഏത് സാത്താനൊക്കെ വിളിച്ചെങ്കിലും പാവപ്പെട്ടവനോട് ഭയങ്കര ഇഷ്ടമാണ് ഈശോയ്ക്ക്. അപ്പഴേ പറഞ്ഞു, അപ്പ 10 ദിവസം തന്നെ വട്ടം ചവിട്ടിട്ടുണ്ട് കേട്ടോ അപ്പ എന്ന് പറഞ്ഞു. രാത്രി അപ്പയെ കണ്ടപ്പോഴേ, അപ്പ 10 ദിവസം തന്നെ വട്ടം ചവിട്ടി കേട്ടാ, എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റണില്ല എന്ന് പറഞ്ഞു. അപ്പം 1-ാം പീഡാനുഭവ പ്രവചനം ആയിട്ടുള്ളൂ. അപ്പം പറഞ്ഞ്, സാറിയില്ലേ, നാളെ താബോറിൽ അവരെ കൂട്ടിക്കൊണ്ടുപോവാ, ഞാൻ അവർക്ക് ശ്രവണാഭിഷേകം കൊടുക്കാമെന്ന് പറയും. അപ്പയുടെ പുതിയ സാധ്യതയാണ്. ദൈവം എന്തൊരു സാധ്യതയാ! എല്ലാം ദൈവത്തോട് ആത്മബന്ധം ഉണ്ടെങ്കിൽ എല്ലാത്തിനും സാധ്യത ദൈവത്തിൻ്റെ കയ്യിലുണ്ട്. ഇവരെ കൂട്ടിക്കൊണ്ട് ചെല്ലുമ്പോൾ പറയും, ഇവൻ എൻ്റെ പ്രിയപുത്രനാണ്. പണ്ട് ഞാൻ നിങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ്, ന്യായസ്ഥാനത്തിൽ വെച്ച് പറഞ്ഞിട്ടുള്ളതാണത്. അന്ന് ഞാൻ പറഞ്ഞത് ഇവന് ഞാൻ സംപ്രീതനാണെന്നാണ് പറഞ്ഞത്. ഇന്നെനിക്ക് പറഞ്ഞ സംപ്രീതനായിരിക്കുന്ന കാരണം ഇവൻ ബലിവസ്തുവായതുകൊണ്ടാണ്. ഇവൻ്റെ ബലിയിലാണ് എനിക്ക് പ്രസാദമുള്ളത്. ഇവൻ്റെ ബലിയിലാണ് ഞാൻ പാവം പരിഹരിക്കാൻ പോണതും മോചിക്കാൻ പോണതും. അപ്പം അതുകൊണ്ട് ബലിവസ്തുവാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് അവൻ ഇപ്പോൾ പീഡാനുഭവത്തെക്കുറിച്ച് പറയണത്. ബലിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഇപ്പോഴവൻ അതിനെക്കുറിച്ച് എങ്ങനെയാണ് ബലി നടക്കണമെന്നതിനെക്കുറിച്ച് അവൻ പറയണത്. ശത്രുക്കളെ ഏൽപ്പിക്കപ്പെടും, അവരെ പീഡിപ്പിക്കും, വധിക്കുമെന്ന് അവൻ പറയുന്നത്. ഇവനെ നിങ്ങൾ ശ്രവിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അപ്പ ഇവർക്ക് ശ്രവണാഭിഷേകം കൊടുക്കും. ഇപ്പം ഇതുപോലെ അത് ലോകത്തിൽ ഇത് തുടരുന്നുണ്ടിങ്ങനെ. അത് ശിഷ്യന്മാരുടെ കാലമല്ല, ഇപ്പം തന്നെ ഇവൾക്ക് അനിത ടോമിക്ക് എന്താ കിട്ടിയത്? റീന എന്ന് പറഞ്ഞൊരു പ്രേക്ഷിത പറഞ്ഞു, നീ ഒരു സൈക്കാട്രിയും കാണത്തില്ല, നിനക്കൊരു ഡിപ്രഷനും ഇല്ല, നീ കൃപാസനത്തിൽ പോകും, അവിടെ കാല് കുത്തും, അപ്പം നിന്നെ സുഖപ്പെടുത്തും. അതോടുകൂടി അവൾ എംപവർഡായി. അതാണ് ശ്രവണാഭിഷേകം എന്ന് പറയുന്നത്. അവൾ കൃപാസനത്തിൽ വന്ന് അവൾ പറയാണ്, ഒറ്റ ക്ലാസ് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് കുടുംബത്തിൽ എനിക്കുണ്ടായ മുഴുവൻ നീറ്റലും പുകച്ചിലും എരിവും എല്ലാം മുറിവും എല്ലാം ഒറ്റ ക്ലാസ്സിൽ സുഖപ്പെട്ടു. എന്താ കാര്യം? ദൈവം ഡയറക്റ്റ് റിക്രൂട്ട് ചെയ്തിരിക്കുകയാണ്. മധ്യസ്ഥ പ്രാർത്ഥനയുടെ ശക്തിയിലും അകമ്പടിയിലും. പിന്നെ ഉടമ്പടി എടുത്ത് എന്നെ കാണാൻ വരുമ്പോൾ ഞാൻ റീനയോട് അനിത ടോമിയോട് പറയണത്, നീ എത്രയും വേഗം സാക്ഷ്യം പറഞ്ഞോളാനാണ് പറയണത്. അപ്പോൾ റിസൾട്ട് വരുമ്പോൾ അവൾക്ക് ക്യാൻസർ ഇല്ല. അപ്പോൾ ഓരോരുത്തർ പറയേണ്ട അതായത് എന്ത് ഞാൻ പറഞ്ഞ അർത്ഥം എന്ന് പറഞ്ഞത്, ഈ അനിത ടോമി സെൽഫ് എടുക്കാത്ത ഒരാളായിരുന്നു. മനസ്സിലായില്ലേ? വീട്ടിലെ പ്രശ്നവും കരുവായതും ബലിയാടായതും ഒത്തിരി വൈരാഗ്യവും വിദ്വേഷവും പിന്നെ ക്യാൻസറും ഇടയ്ക്ക് ഗർഭിണിയായിരുന്നു. സങ്കടവും വീട്ടിലെ സംഘർഷം കാരണം 7-ാം മാസം പ്രസവിച്ചു. ദൈവാനുഗ്രഹിച്ച കുഞ്ഞിനെ കിട്ടി. അപ്പം വ്യത്യസ്തമായ സംഘർഷങ്ങളോട് കടന്നു പോകുമ്പോഴാണ് ക്യാൻസറാണെന്ന് അറിയണത്. അപ്പോൾ അവൾക്ക് അത് പ്രാർത്ഥിക്കാൻ പോലും തോന്നണില്ല എന്നാണ് അവൾ പറയണത്. അതാണ് സെൽഫ് എടുക്കണില്ല. അങ്ങനെ അപ്പോൾ നീ സെൽഫ് എടുത്തില്ലെങ്കിൽ, എടുക്കാത്തൊരവസ്ഥയിലാണെങ്കിൽ പോലും ദൈവത്തിന് ഒരു ചാൻസ് ഉണ്ട്. അതാണ് ഐ വിൽ നോട്ട് ഡിസോൺ യു അറ്റ് എനി കോസ്. അനിതാട്ടോട് സാക്ഷ്യം കേട്ടാൽ മനസ്സിലാവും, ഒരു കാലത്ത് അവർ അനുഗ്രഹത്തിൻ്റെ ഒഴുകുന്നൊരു നദിയായിരുന്നു അവർ.
പിന്നെ സാഹചര്യം മാറിയപ്പോൾ നദി വറ്റിപ്പോയതാണെങ്കിലും ആ നദി ഒഴുകിയ പാടുകൾ അവിടെ ആത്മാവിൻ്റെ എവിടെയോ ഉണ്ട്. കർത്താവ് അത് കണ്ടുവച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരു കാലത്ത് അവൾ പറയുന്നുണ്ടേ, എനിക്ക് ഉടമ്പടിയോടുകൂടി എൻ്റെ ആത്മീയ ജീവിതം തിരിച്ചു കിട്ടുന്ന പറയണേ. എന്നുവെച്ചാൽ പണ്ടവർക്ക് ഉണ്ടായിരുന്നതാണ് ശരിക്കും ആത്മാർത്ഥമായിട്ട്. അങ്ങനെ വന്നപ്പോൾ കർത്താവ് ആ വിഷയം ഏറ്റെടുത്ത്. 1 പത്രോസ് 5:6 ദൈവത്തിന്റെ ശക്തമായ കരത്തിൻ കീഴിൽ, ദൈവത്തിന്റെ ശക്തമായ കരത്തിന്റെ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ. അവിടുന്ന് നിന്നാ മാത്രം പോരാ, എളിമയോടെ നിൽക്കണം. അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തും. അപ്പൊ അവിടുത്തെ ഒരു സമയമുണ്ട്, അതിനുവേണ്ടി നമ്മൾ എളിമയോടെ നിൽക്കണം. അവരങ്ങനെ എന്നോട് ചെയ്തു, ഇവർ ഇങ്ങനെ ചെയ്തു, അവരങ്ങനെ ചെയ്തു, അവർക്ക് പാഠം പഠിപ്പിക്കാം, അങ്ങനെ എപ്പോഴും വൈരാഗ്യ ബുദ്ധിയോട് നിൽക്കരുത്. ദൈവത്തിൻ്റെ തിരുസന്നിധി വൈരാഗ്യ ബുദ്ധി നിന്നിട്ട് കാര്യമില്ല. താഴ്മയോടെ നിൽക്കണം. അവിടുന്ന് തക്ക സമയത്ത് നമ്മൾ താങ്ങിക്കൊള്ളും. ദൈവം ഒരു സമയം വെച്ചിട്ടുണ്ട്, ആ സമയം വരെ പിടിച്ചു നിൽക്കണം. പ്രൈസ് ദി ലോർഡ്.